അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആവുമല്ലേ, അപ്പോൾ പെരുന്നാൾക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നെയ്ച്ചോറും മട്ടൻ കുറുമിയാട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളിത് 1 കിലോ മട്ടന് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തിക്കാണ്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മട്ടൺ അല്ലെങ്കിൽ നമുക്ക് ബീഫാക്കാം, ചിക്കനാക്കാം, അതൊക്കെ നമ്മളെ ഇഷ്ടം. മട്ടനാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതിന് ഞാനൊരു 10-20 ചെറിയ ഉള്ളി നന്നായി തൊലിച്ച് കഴുകിങ്ങാണ്ട് നടുവ് കൂടി ഒന്ന് കീറിക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിന് കുക്കറിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ മട്ടന് അത്യാവശ്യം കുറച്ചൊരു വേവുണ്ടാവുമല്ലോ, അപ്പോൾ കുക്കറിൽ ഒക്കെ ആക്കി വെക്കുകയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ അപ്പുറത്തേക്ക് നിൽക്കൂട്ടാ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി, നിങ്ങൾ വെച്ചാലും വെച്ചില്ലെങ്കിലും 1-ാം പെരുന്നാൾക്കോ 2-ാം പെരുന്നാൾക്കോ ഒന്ന് വെച്ച് നോക്കാമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഒരു ഇതിൽ അനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്, എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ ആയിക്കിട്ട് കൊടുത്ത്, അപ്പോൾ അതിക്കൊരു കഷ്ണം പട്ട, ഒരു 2-3 ഏലക്കായി, 2-3 ഗ്രാമ്പൂ, അത് 3 അതിക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പാകത്തിന് ഉപ്പ് കേട്ടോ, അത് മാത്രമേ ഇടുന്നുള്ളൂ. മട്ടണല്ലേ, അപ്പോൾ കുറച്ച് നമുക്ക് കുറുമായതുകൊണ്ട് വല്ലാതെ മഞ്ഞപ്പൊടി ഒന്നും ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ട് അതിന് പാകത്തിന് വെള്ളം വെച്ചുകാണ്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു 2-3 വിസിൽ വേണ്ടി വരും. ചില മട്ടന് അധികം വേവുണ്ടാവും, അപ്പോൾ 3 വിസിൽ ഏതായാലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കുടുംബത്തിൽ ഫാമിലീൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഗ്രൂപ്പ് കിട്ടുകാണ്ട് നമ്മളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ബിരിയാണിൻ്റെ ഇട്ടീനി, ഒരുപാട് ആൾക്കാർ കണ്ടിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ അതിന് പൊട്ടണ്ടി ഇട്ടത്, പൊട്ടണ്ടി എന്ന് പറയും, അണ്ടിപ്പൊട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പായാലും വേണ്ടിയില്ല. അപ്പോൾ അത് ഞാൻ അതിൻ്റെ കൈക്ക് ഒരു അരപ്പൊടി കൈകിങ്ങാണ്ട് ഒന്ന് വെള്ളം ഒഴിച്ചുകാണ്ട് ഒന്ന് പൊതിരാൻ വെച്ചിരിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറുമിയൊക്കെ അതിൻ്റെ മട്ടമോണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയൊക്കെ അപ്പുറത്തേക്ക് നിൽക്കൂട്ടാ. അപ്പോൾ അതാ നമ്മൾ അതിന് ഒരു വലിയൊരു മുറി തേങ്ങ ഇട്ടത്. അപ്പോൾ ചെറിയ തേങ്ങയാണ്, ഒരു തേങ്ങനെ വേണ്ടി വരും. അപ്പോൾ തേങ്ങയും അണ്ടിപ്പൊട്ടും എല്ലാം കൂടി കുട്ടി അരക്കുകയാണ്. ഇതിക്ക് ലേശം 1 സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇടുന്നില്ല. ഇങ്ങനെ പാകത്തിന് വെള്ളം വെച്ചുകാണ്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായിക്കതാ ഞാനൊരു 3 വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് 3 വലുപ്പത്തിലുള്ള 3 വലിയ ഉള്ളി എടുത്തുക്കണേ. അപ്പം ഇനി നമുക്ക് അതിക്ക് പച്ച തക്കാളി ഇട്ടാൽ വേണ്ടത്. നല്ല കടും പച്ച തക്കാളിയാണ്, പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് പച്ച തക്കാളി കിട്ടില്ല. അപ്പോൾ ഞാൻ ഹാഫ് പോപ്പായ തക്കാളി എടുത്തുകൊണ്ട് അതിൻ്റെ പച്ച ഭാഗം മാത്രമാണ് എടുക്കേണ്ടത്. ഒന്നാമത് കുറുമക്ക് കളറ് മാറും പൊത്ത് തക്കാളി ആയാൽ, പിന്നെ ടേസ്റ്റും കിട്ടൽ പച്ച തക്കാളി ഇട്ടാൽ നല്ല കരിയും പച്ച കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഒരു 3 തക്കാളി പിന്നെ അങ്ങനെ സൈഡ് ചെത്തിക്കാണ്ട് എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിൻ്റെ പിന്നെ നെട്ടിക്കൊരു കറുപ്പുണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കാണ്ട് നന്നാക്കിക്കാണ്ട് വെച്ചിക്കണം കേട്ടോ. അപ്പം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായി അത് ലേശം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ. നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ നമ്മളൊപ്പം വേണം. അപ്പോൾ ഇതാ അതിക്ക് അതൊക്കെ മൂത്തിയതിന് ശേഷം നമ്മൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ലേശം ഉപ്പ്, അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടാൽ അതുകൊണ്ട് വഴറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് മട്ടൻക്ക് തീരെ ചേരില്ല, അപ്പോൾ ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ 1 സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 3-4 പച്ചമുളക് വല്ലാതെ പൊളിക്കാതെ ഒരു നടുവൊന്ന് പൊളിച്ചിട്ടുള്ളൂ, അത് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത്, തക്കാളി ഒന്നും വെന്തുടയണ്ട, അത് തക്കാളി ഇങ്ങനെ അതിലിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ അതിൻ്റെ സ്റ്റൈല്. അപ്പോൾ അതൊക്കെ വഴഞ്ഞതിന് ശേഷം നമ്മളിതാ തൈര് ഒരു 2 സ്പൂണ്, ഒരു 3 സ്പൂൺ തൈര് ഉണ്ട് കേട്ടോ. ഒരു കയ്യിൽ തൈരാണ്, ഒരു 3 സ്പൂൺ ഉണ്ടാവും, അത് അതിക്കിട്ട് ഒഴിച്ച് കൊടുത്തിക്കണേ.
അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മട്ടനൊക്കെ വെന്തിക്കണേ, ഉള്ളിയൊക്കെ നന്നായി വെന്തിക്കണം കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമുക്ക്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു ചെറിയൊരു ഉരുളങ്കിഴങ്ങ് കിട്ടാം, അത് പുഴുങ്ങി വെച്ചത് ഇനി. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് കുറച്ച് പുഴുങ്ങി വെക്കും. അപ്പോൾ അതിൽ നിന്നൊരു ചെറുത്, അത് അറിയും ചെയ്യരുത്, ഇതിൽ ഉരുളങ്കിഴങ്ങ് ഇട്ടുകണമെന്ന് അറിയും ചെയ്യരുത്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കിട്ടും വേണം കേട്ടോ. അപ്പോൾ അത് നല്ല ഉടച്ചുകാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മട്ടൻ്റെ ഒപ്പം പുഴുങ്ങിയാലും വേണ്ടിയില്ല. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടാൽ അത്ര തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ പൊടിപ്പിച്ചതായതുകൊണ്ട് കുറച്ചൊരു കളർ മാറ്റം ഉണ്ടാവും. അപ്പോൾ പച്ച കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ മഞ്ഞളിട്ട് പൊടിപ്പിച്ചില്ലെങ്കിലും ഇല്ലെന്ന് മഞ്ഞളുണ്ട് കലരുമല്ല. അപ്പോൾ അതൊക്കെ അതിൽ ഇട്ട് കൊടുത്ത്, അപ്പോൾ ആ ഉരുളങ്കിഴങ്ങ് അതിൽ അറിയേ ചെയ്യരുത്, നന്നായി പൊടിച്ചുങ്ങാണ്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് ഒരുപാടൊക്കെ വേണ്ടതിന് ഒരൊറ്റ ഒന്ന്, ഇത് 500 ഇറച്ചല്ല, അതിക്കുള്ള ഒന്ന് മതി. അപ്പോൾ നമ്മൾ ഈ അരപ്പുണ്ടല്ലോ, തേങ്ങയും അണ്ടിപ്പൊട്ടും ഒക്കെ അരച്ചത് അത് ഇതിക്കണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടാ. പെരുന്നാളൊക്കെ ആവില്ലേ, എപ്പോഴായാലും പെരുന്നാൾക്കായാലും എപ്പോഴായാലും പൊറാട്ടക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നന്നായി ചേരും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി നന്നായി ഒന്ന് തുള്ളീൻ്റെ ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു നല്ലൊരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ഇടാൻ എല്ലാവരോടും പറഞ്ഞിനി. അപ്പോൾ ഒരുപാട് ആൾ ലൈക്ക് ഇട്ടിക്കണേ. അപ്പോൾ ലൈക്ക് ഇട്ട് സഹായിച്ച എല്ലാവർക്കും, ലൈക്ക് ഇട്ടോൽക്കും ഇപ്പം കണ്ടോൽക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇത് മല്ലിച്ചപ്പ് നന്നായി പൊടിയായിട്ട് അരിയണം കേട്ടോ. അതതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെളുപ്പിയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. ഇനി നോമ്പായതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. നോമ്പെടുക്കണ നേരത്തെ പിന്നെ ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ നല്ല അടിപൊളി കുറുമ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഒരു 3-4 കറിവേപ്പില നമ്മൾ അതിൽ വെച്ച് കൊടുക്കണേ. എരിവ് കുറവുണ്ടെങ്കിൽ പിന്നെയും കുരുമുളക് പൊടി തന്നെയാണ് ഇടാൻ നല്ലത്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു നെയ്ച്ചോറ് വെക്കാം. അപ്പോൾ നെയ്ച്ചോറിന് അത്യാവശ്യം അരി പൊതിർത്തണം കേട്ടോ. അപ്പോൾ അരി പൊതിർത്തിയാലേ നെയ്ച്ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടല്ലേ. നമ്മൾ കുക്കറിൽ തന്നെ കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്കായി അതൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് നമ്മൾ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞാണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. നെയ്ച്ചോറ് വെക്കേണ്ട എല്ലാവർക്കും അറിയില്ല തന്നെ, ഞാൻ തന്നെ ഒരുപാട് റെസിപ്പി ഇട്ടിട്ടുണ്ട്. എന്നാലും നെയ്ച്ചോറ് നന്നായി വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ചോപ്പിച്ചതിൻ്റെ ശേഷം അത് നമ്മളുണ്ട് കോരി വെക്കുകയാണ്. പിന്നെ നമ്മൾ ആ ഓയിലല്ല നെയ്യാണ് അതിൽ ഊറ്റി വെച്ചായിട്ടുണ്ടല്ലോ, അരി അരമണിക്കൂർ നേരം നന്നായി കുതിർന്നിക്കണം കേട്ടോ. അത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് നന്നായിട്ട് വറുത്തെടുക്കട്ടോ. അപ്പോൾ നെയ്ച്ചോറ് നല്ലൊരു ഇത് കിട്ടും. ഒരു വല്ലാതെ ഒട്ടല പിടിച്ചല ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കൈമ റൈസ് ആട്ടോ. നമ്മൾ നെയ്ച്ചോറിന് ഏറ്റവും നല്ല കൈമ റൈസ് തന്നെയാണ്. അപ്പോൾ ഇതാ അതിന് ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം തന്നെയാണ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലേശം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ തരിക്കൊക്കെ കുറച്ചൊക്കെ ഒരു വേവുണ്ടാവും. അപ്പോൾ ലേശം വെള്ളം കൂടി ആയാലും നമ്മൾ എത്ര തണുത്താലും ചോറ് നല്ല ഒരു ഇതിൽ തന്നെ കിട്ടും. മറ്റേ ഇങ്ങനെ വെറുങ്ങലിച്ച് വരും കേട്ടോ. അപ്പോൾ അതിന് പാകത്തിന് ഉപ്പ് അത്യാവശ്യം മുന്തികാണ്ട് ഉപ്പിട്ട് കൊടുക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ കുക്കറിൽ നെയ്ച്ചോറ് വെക്കുമ്പോൾ അത് വേവാതെ എടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഈ കുക്കറിൽ അധികം ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ വെള്ളം തിളച്ചതിൻ്റെ ശേഷം ആണ് കേട്ടോ നമ്മൾ കുക്കർ വെയിറ്റ് ഇട്ട് മൂടൽ. പിന്നെ ഇതിന് വിസിലടിക്കില്ല. അപ്പോൾ ഞാനിന് ടൈം കണക്കാക്കലാണ് കേട്ടത്. തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു 7 മിനിറ്റാണ് വെക്കൽ. പിന്നെ നമ്മളിതാ നല്ല മിൽമ നെയ്യ് ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. മിൽമ നെയ്യ് നെയ്ച്ചോറിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ റെഡിയാക്കിക്കാണ്ട് പിന്നെ ആ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പറഞ്ഞ മാതിരി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ അടിപൊളി നെയ്ച്ചോറും അടിപൊളി കുറുമിയൊക്കെ ഇവിടെ റെഡിയാക്കണേ.
നമ്മളെ നോമ്പും നിസ്കാരവും ഒക്കെ പഠിച്ചവൻ സ്വീകരിക്കട്ടെ. നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.